ഹായ് ഹലോ, ഇത് സ്കൂൾ വേഡിലെ പുതിയൊരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താ പറയുക, ഞങ്ങൾ കുറേ നാളുകളായി കാത്തിരുന്ന ഒരു ദിവസമാണ് നാളെ വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക തലേദിവസമാണ്. അപ്പോൾ എൻ്റെ പപ്പയുടെ അമ്മയുടെ ആങ്ങളയുടെ മോളുടെ മനസ്സമ്മതമാണ് നാളെ. അപ്പോൾ ഇന്ന് അതിൻ്റെ തലേദിവസമാണ്. മധുരവെപ്പൊക്കെ പരിപാടികൾ അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാലബൾബും കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ആകെപ്പാടുള്ള ഒരാങ്ങളെയാണ്. 4 പെങ്ങന്മാർ കൂടി ഒരാങ്ങളെയാണ്. അപ്പോൾ ആൾക്കിടെ ആകെപ്പാടുള്ളൊരു മകളാണ്, പിന്നെ ഒരു മകനാണുള്ളത്. അപ്പോൾ അവളുടെ മനസ്സമ്മതമാണ് നാളെ. ഇന്ന് മധുരവെപ്പ് ചടങ്ങുകളൊക്കെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൂടിയാലോ. അപ്പോൾ ഞങ്ങളായിരുന്നു ആദ്യം വന്ന്, അത് കഴിഞ്ഞ് ഞങ്ങളിതേ പുറകെ കുറച്ച് ആൾക്കാരും കൂടെ വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് ചിന്നപ്പൻ, ഇത് ലിയാമണി. സൂപ്പറായിട്ടുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ഡെക്കറേഷൻ വർക്കുകളൊക്കെ ഏതാണ്ട് നല്ലപോലെ ആയിട്ടുണ്ട്. വൈകുന്നേരമാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റുള്ളൂ, അതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്നുള്ളതൊക്കെ. ഇപ്പോൾ ഇതാണ് സെറ്റപ്പ്. എങ്ങനെയുണ്ട്? രാത്രിയിലാണ് ഇതിൻ്റെ ഫുള്ള് ഭംഗി അറിയാൻ പറ്റുക. അപ്പോൾ എല്ലാവർക്കും രാത്രിയിൽ കാണാം നമുക്ക്. ഇന്നായിരുന്നു അമ്മയുടെ ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാവരും കൂടിയ ദിവസമാണ്. അപ്പോൾ ഇന്ന് തന്നെ ഒരു ചെറിയൊരു കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. May the good God bless you. May the good God bless you, dear Gracie. Happy birthday to you. എടി വായ വെച്ചോളൂ. അമ്മച്ച വായ വെച്ചെടുക്ക്. കുളിക്കുന്നു. അമ്മച്ചി കൊടുക്ക്. നീ കൊടുക്ക്. കൊടുക്കണം. അത് മുട്ടിച്ചാൽ മതി. കൊടുക്കണം. ഞാൻ വില്ലാളി. ജൂബിക്ക് എൻഗേജ്മെന്റിന്റെ മധുരവെപ്പിന്റെ പരിപാടികളൊക്കെ തുടങ്ങി. അറിയില്ല. മധുരവെപ്പിൻ്റെ അന്ന് ജെറുസലേം ധ്യാന കേന്ദ്രത്തിലെ പട്ടത്തച്ഛനാണ് പ്രയറിന് വന്നത്. അപ്പോൾ അച്ഛനെ ഞങ്ങൾ വെൽക്കം ചെയ്തു, പ്രയർ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഇടവകപ്പള്ളിയിലെ വികാരി അച്ഛൻ്റെ പ്രയർ ഉണ്ടായിരുന്നത്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ജോലിക്ക് വേണ്ടി മാതാപിതാക്കന്മാർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അങ്ങനെ അപ്പനെന്നെ 2 വർഷത്തെ അച്ഛൻ പറയുന്ന സമയത്ത് അപ്പനും അമ്മയും അങ്ങളെയും ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും കിട്ടാനായി. ദൈവമേ, നിന്റെ നാമത്തിന് ശക്തിയാൽ ജന്മം നൽകിയ മാതാപിതാക്കന്മാരുടെ കൈവെപ്പ് പ്രാർത്ഥന ഈ മക്കളുടെ ജീവിതത്തെ ശോഭനമായി തീരട്ടെ. അപ്പനമ്മയും അങ്ങളെയും ശിരസിൽ എല്ലാവരും എളിയ സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആത്മാവിന്റെ വലിയ തലമുറകളിലേക്ക് വെളിച്ചം പകരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ സൗഭാഗ്യങ്ങളുണ്ട് ഈ കുടുംബം നിറയുവാൻ ഇടവരുത്തുന്നത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാപിതാക്കളോട് ചേർന്നുകൊണ്ട് ചൊല്ലി അനുഗ്രഹിക്കുന്നു. എല്ലാവിധ അനുഗ്രഹ സൗഭാഗ്യങ്ങളും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ച് സഭയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൈകൊടുത്ത് കർത്താവായ ശ്രീ എന്നോടെ ഞാൻ അർപ്പിച്ച ബലിയുടെ യോഗ്യതകളാൽ പങ്കുവെച്ച വചനത്തിന്റെ ശക്തിയാൽ ഈ കുടുംബത്തോട് സ്നേഹത്തോട് വാത്സല്യം അനുസ്മരിച്ചുകൊണ്ട് ജൂലിയെയും ചെറിയെയും അവരുടെ മാതാപിതാക്കന്മാരെ സമർത്ഥമായി നീ അനുഗ്രഹിക്കണമേ. സ്നേഹം, സമാധാനം, സന്തോഷം, സമ്പത്ത്, സന്താന ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. Almighty God, loving Jesus, Holy Spirit, come rest upon your spirit. കർത്താവിന്റെ ശക്തിയും കൃപയും ഈ മകളിൽ നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനിക്കെന്തിനു നാഥാ, അവദാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാഥാ, ഈ ജീവിതമെന്തിനു നാഥാ. ജോബിക്ക് പട്ടത്തച്ഛൻ്റെ ഏറ്റവും വലിയ സ്നേഹ സമ്മാനം അമ്മ തന്നെയാണ്. അമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. നല്ല ഒരു ഭാര്യയായി തീരാൻ, നല്ല ഒരു അമ്മയായി തീരുവാൻ, നല്ല ഒരു ഡോക്ടറായി തീരുവാൻ, നല്ല ഒരു ശുശ്രൂഷയായി തീരുവാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അമ്മ പരിശ്രമയാൽ ഒരിക്കൽ കൂടി വിശദീകരിച്ച് വ്യഞ്ചരിച്ച് ആസ്വദിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. രണ്ടും ഫൈനൽ ബ്ലെസ്സിങ്ങിനായിട്ട് ഒരുങ്ങുകയാണ്. അതിനുശേഷം എന്താ ചെയ്യുന്നത്? കർത്താവായ യേശുവേ, അവിടെ നിനക്ക് നൽകിയ പൗരോഹിത്യ അധികാരങ്ങളാലെ ജെറുസലേം 27 വർഷക്കാലം വളർത്തിക്കൊണ്ടുവന്ന എല്ലാ വൈദികരോടും വൈദിക ശ്രേഷ്ഠരോടും കർത്താവ് കൂടാത്ത എല്ലാ അച്ഛന്മാരോടും ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിടുത്തെ എല്ലാ പ്രേക്ഷകരോടും ശുശ്രൂഷകളും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇഞ്ചക്കുണ്ട് ഈ ഇടവക ദൈവാലയത്തിലെ എല്ലാ കുടുംബങ്ങളോടും ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വികാരിച്ചനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവാശയെ 5000-ഓളം വരുന്ന അഭിമന്യ പിതാക്കന്മാരുടെ അനുഗ്രഹം ഈ മകളിലും ജീവിത പങ്കാളിലും വന്ന് നിറയട്ടെ. 5.5 ലക്ഷം വരുന്ന വൈദികരുടെ കൃപ ഈ മക്കളിൽ കുടുംബത്തിൽ തലമുറയിൽ വന്ന് നിറയട്ടെ. എനിക്ക് നൽകിയ സമാധാനം, സന്തോഷം, സൗഭാഗ്യം ഈ മക്കളുടെ കുടുംബത്തിനും തലമുറയിലും വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചപേക്ഷ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതി കൊടുക്കുന്നു, അമ്മയ്ക്ക് കൊടുക്കുന്നു, ചേട്ടന് കൊടുക്കുന്നു, പിന്നെ നമ്മുടെ ബേബി മക്കളുടെ ചേട്ടന്മാരെല്ലാം കൊണ്ടുവന്ന്, അനുജന്മാരും ചേട്ടന്മാരും കൊണ്ടുവന്ന് ഇവിടെ വിശദത്തോടെ നോക്ക് സ്തുതി കൊടുക്കുന്നു, കുറച്ചുണ്ടായിരിക്കുന്നു. ഒന്ന് പിന്നെ നിങ്ങളുടെ വർഷത്തിൽ ഇവിടെ എല്ലാവരും ഒന്ന് സ്തുതി കൊടുത്ത് സ്തുതി കൊടുത്ത് പിന്നെ ഇനി കുഞ്ഞുങ്ങളുമായിട്ട് ആൻറ്റി എന്താ പറയാ സ്തുതി കൊടുക്കുന്നു. സ്തുതി കൊടുക്കുന്നു.
ഇനി മേമയുടെ കൂടെ കുട്ടികൾ മാത്രം നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നു. കുട്ടികളെല്ലാവരും മേമയുടെ കൂടെ തന്നെ ചേച്ചിമാരാണ്. ഓർഡറിലാണ് നോക്കണേ. അല്ല പോൾസില്ല, നമ്മുടെ കത്രിയേച്ചിയുടെ ഓപ്പോസിറ്റ് വീടുകളാണ്. അപ്പോൾ കുട്ടികളെല്ലാവരും ഫോട്ടോ എടുക്കുന്ന അപ്പനമ്മയുള്ള ആളും അനുജനും പെണ്ണിലും നിൽക്കുന്ന അവിടെ നിന്നാണ് അച്ഛൻ അങ്കിളെ ഇവര് മതി. പട്ടത്തച്ഛൻ പ്രയർ കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഒരുങ്ങാണ്. അപ്പം ചെറുക്കനും ഫാമിലിയും വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. അവർ വന്നിട്ടാണ് നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ചെറിയ പിള്ളേരുടെ ഡാൻസൊക്കെ പാട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കുറച്ച് ഗസ്റ്റ് നമ്മുടെ വന്നിട്ടുണ്ടായിരുന്നു. അവരത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇഞ്ചക്കുണ്ട് ലൂർദ് പള്ളിയിലെ അച്ഛൻ വികാരി അച്ഛൻ വന്നിട്ട് മധുരം വെക്കലിൻ്റെ ബാക്കി പ്രാർത്ഥനകളൊക്കെ ചെയ്യും. കാരുണ്യവാനായ ദൈവമേ, മാംഗല്യകർമ്മത്തിനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട ജെറിനെയും ജൂബിയെയും തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചായ അങ്ങയുടെ അനന്തകാലങ്ങളിൽ ഞങ്ങൾ നന്ദി പറയുന്നു. പരസ്പര വിവാഹ വാഗ്ദാനം ചെയ്യാൻ പോകുന്ന ഇവരെ ആശീർവദിക്കണമേ. പരസ്പര ധാരണയിലും ഐക്യത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അന്യോന്യം താങ്ങും തണലുമായി വ്യാപരിക്കുവാനും വേണ്ട പ്രസാദം ഇവർക്ക് നൽകണമേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ എല്ലാവരെയും അവസാന ദിവസം അങ്ങനെ നേരിൽ ആനന്ദിക്കാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന ജെറിനെയും ജുബിയെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഇവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇവർ ചെയ്യാൻ പോകുന്ന വിവാഹ ഉടമ്പടിയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാൻ, സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്ക് അതീതമായി എല്ലായ്പ്പോഴും സ്നേഹത്തോടെ ജീവിക്കുവാൻ, മാതൃകാപരവും സുഹൃത്ത് സമ്പന്നമായ ക്രിസ്തീയ ജീവിതം അന്ത്യം വരെ നയിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത ഒരു അത്ഭുതം തന്നെ പ്രവർത്തിച്ചുകൊണ്ട് വധൂരന്മാരെ അനുഗ്രഹിച്ച കർത്താവെ ഇവരെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതാന്ത്യം വരെ ഒരുമയിൽ വർദ്ധിക്കുവാൻ ഇവരെ സഹായിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. വിവാഹത്തിലാകാൻ പോകുന്ന ജെറിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജെറിനെ നല്ലൊരു ഭർത്താവാക്കണേ, ജുബിയെ നല്ലൊരു ഭാര്യയാക്കണമേ. പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ഐശ്വര്യത്തോടെ ആരോഗ്യത്തോടെ ദീർഘകാലം ജീവിക്കാൻ കൃപ നൽകണമേ. രണ്ട് കുടുംബങ്ങളെന്നും സ്നേഹത്തിലായിരിക്കാൻ കൃപ നൽകണമേ. ഇവർക്ക് നല്ല അഴകും ആരോഗ്യവും വിശുദ്ധി വിജ്ഞാനമുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കണം. ഒപ്പം തന്നെ ഇന്നും നാളെയുമായിട്ട് ഇവരൊരുക്കുന്ന എല്ലാ കാര്യങ്ങളും എത്ര ഭംഗിയായി തീരുമാനമാണ് അനുഗ്രഹം നൽകണമേ. ഇവരുടെ ഈ കർമ്മങ്ങളിലേക്ക് കടന്നു വരുന്ന എല്ലാവരും എല്ലാവിധ ആപത്തുകളിൽ നിന്ന് അപകടങ്ങളും അസുഖങ്ങളിൽ നിന്ന് സംരക്ഷിക്കണം. നാളെ ദേവാലയത്തിൽ നടക്കുന്ന കർമ്മങ്ങളെയും ആശീർവദിക്കണമേ. ഇന്നും നാളെയുമായിട്ട് തയ്യാറാക്കുന്ന എല്ലാ വിഭവങ്ങളെയും ആശീർവദിക്കുകയും ആസ്വാദികരമാക്കുകയും ചെയ്യണം. ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയെ പോലെ ദൈവത്തിൽ നിറഞ്ഞ ഒരു അമ്മയാകാനും വിശുദ്ധ പിതാവിനെ പോലെ നീതിമാനായ പിതാവാകാനും അനുഗ്രഹിക്കണം. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ പകൽ കണ്ട ആ ഒരു അറേഞ്ച്മെൻറ്റ്സിൻ്റെ എൻഡ് സ്റ്റേജാണിത്. അപ്പം എങ്ങനെയുണ്ട് ലൈറ്റിങ്ങും സെറ്റപ്പൊക്കെ, അത് ഞങ്ങളുടെ ചേട്ടായിയാണ്. അപ്പം നന്നായിട്ട് തന്നെ ചെയ്തിട്ടില്ല. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. Thank you.
ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്, കട്ട ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ കട്ട ഫ്രണ്ടായിട്ട് തന്നെ നിൽക്കും. നമുക്ക് എന്താവശ്യത്തിനും ഒരിക്കലും നമ്മളെ കൈവിട്ട് അങ്ങനെ പറ്റിച്ചു പോകുന്ന ഒരു ടൈപ്പ് അല്ല ജൂബി. എന്താവശ്യത്തിനും എന്ത് ബുദ്ധിമുട്ടിലും നമ്മുടെ കൂടെ നിൽക്കുന്നതാണ്. അപ്പോൾ ബെസ്റ്റ് വിഷസ് ജൂബി. അടുത്തായിട്ട് ആനെ അഞ്ജുവിനെ വിളിക്കുന്നു. ിന്റെ കാരണം മുന്നേ സൂചിപ്പിച്ച പോലെ ജൂബി ചേച്ചിയുടെ മധുരം വെപ്പ് ചടങ്ങാണ്. ബന്ധപ്പെട്ടവർ ജൂബി ചേച്ചിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ഒരു അവസരം ഒരുക്കുകയാണ്. ആദ്യമായി ജൂബി ചേച്ചിയുടെ കൂടെ ഒന്നിച്ച് പഠിച്ച് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന റിയ ചേച്ചിയെ ക്ഷണിക്കുന്നു. ചേച്ചി ജൂബി ചേച്ചിക്ക് വേണ്ടി 2 പേർക്ക് ആശംസകൾ. ജൂബി ജിസ്സാൻ്റെ അവിടെ പോയി ജിസ്സാൻറ്റിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അങ്കിൾ, ബേബി അങ്കിൾ. ഓക്കെ. സെബിനും ജൂബിയുടെ കുഞ്ഞനിയൻ സെബിൻ അവിടെ പോയി. സെബിൻ മിസ് ചെയ്യാൻ തോന്നുന്നു ഇവിടെ ഒന്നും കാണാൻ. അത്രയധികം ഹാപ്പിയാണ്. ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്, കട്ട ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ കട്ട ഫ്രണ്ടായിട്ട് തന്നെ നിൽക്കും. നമുക്ക് എന്താവശ്യത്തിനും ഒരിക്കലും നമ്മളെ കൈവിട്ട് അങ്ങനെ പറ്റിച്ചു പോകുന്ന ഒരു ടൈപ്പ് അല്ല ജൂബി. എന്താവശ്യത്തിനും എന്ത് ബുദ്ധിമുട്ടിലും നമ്മുടെ കൂടെ നിൽക്കുന്നതാണ്. അപ്പോൾ ബെസ്റ്റ് വിഷസ് ജൂബി. അടുത്തായിട്ട് ആനെ അഞ്ജുവിനെ വിളിക്കുന്നു. ജെറിൻ ചേട്ടനെയും ഫാമിലിയെയും വളരെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആള് കയറിയിരുന്നു. അതെ പരിചയപ്പെടുത്തി കൊടുത്തില്ല എന്നിട്ട് അറിയത്തില്ലേന്ന്.
അടുത്തതായി എമിൽ മരിയ ജെയ്സൺ. പുരികം. പിന്നെ 3 കാര്യങ്ങൾ പറയാം. അപ്പൊ ആള് മാസ്ക് വെച്ചിരുന്നു. അപ്പോൾ ഫസ്റ്റ് സ്മൈൽ ചെയ്തപ്പോൾ ഇങ്ങനെ മാസ്ക് ഊരിയില്ല പറഞ്ഞപ്പോഴാണ്. അപ്പൊ പുരികം സൂക്ഷിക്കണം ജൂബി. ഊരി കഴിഞ്ഞിട്ട് ഓക്കെ. അതിന് മുന്നേ ജസ്റ്റ് ഇതേ കണ്ടല്ലോ. 3 കാര്യം പറഞ്ഞു. സംസാരിക്കാൻ ഇഷ്ടമായി. ഞാൻ അത്യാവശ്യം നന്നായി സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ ആള് അതേപോലെ സംസാരിക്കാൻ പറയുമ്പോൾ ഓക്കെ ആണല്ലോ. പിന്നെ രണ്ടെണ്ണമായില്ലേ. ആദ്യമായിട്ട് ഞാൻ ആളും ആളുടെ കസിൻ. ആടാതിരിക്കുവാൻ ഞാനതെടുത്തു വെച്ചു, എൻ ഹൃത്തിനെടുത്തു വെച്ചു. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാ. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുൾ ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് സെബിന് കൊടുക്കും. സെബിന് അല്ല മാറിയിട്ട് ഒരു മിനിറ്റ് ചേച്ചി
ഇതെന്റെ മോനാ. ആ അതെ. അടുത്തത് വൈൻ ടോസ്റ്റിംഗ് സെറമണിയാണ്. ജൂബി ചേച്ചിയും ചെറിഞ്ചാട്ടിനും വൈൻ ക്രിസ്പോസ് ചെയ്ത് കൊടുക്കുക. കൈക്കോട് സന്താപവും നിറഞ്ഞ നിമിഷങ്ങൾ ഒന്നിച്ച് പങ്കിടാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നോടാണ് ചോദിക്കുന്നത്. അത് അവർക്ക് ഇരിക്കാൻ ചെറിയൊരു ടേബിൾ ഇരുന്നത് അങ്ങനെയാണ്. പണിയുണ്ടാവും നിന്റെ രണ്ടു വാക്ക് ആശംസ. അതന്നെ നമുക്ക് വേറെ പണി നടത്തുന്നത്.